ഈ കേരളത്തോടുള്ള അവഗണനയ്ക്ക് ഒന്നുകൂടി അരക്കത്തുറപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ബഡ്ജറ്റ് കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. നമ്മൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന എയിംസ് എന്ന് പറഞ്ഞ ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കേരളത്തിന് ഈ ബഡ്ജറ്റിലും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ എയിംസ് ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ആ കേരളത്തിന് ഇക്കുറി ബഡ്ജറ്റിലൂടെ എയിംസ് വിജ്ഞാപനം ഉണ്ടാവും എന്ന് നമ്മൾ കരുതുകയാണ്. എന്നാൽ ഈ ബഡ്ജറ്റിലും ഈ കേരളത്തെ എയിംസിൻ്റെ കാര്യത്തിൽ അവഗണിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യക്കാരെ അഭിമാനമായിട്ടുള്ള ഒരുപക്ഷെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വളരെ മാറ്റങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഉപചായ മാറുന്ന ഇഴിഞ്ഞ തുറമുഖ പദ്ധതിയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടാവും എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഈ ബഡ്ജറ്റിൽ അതിനാവശ്യമായ ഫണ്ട് വകയിരുത്തും എന്ന് നമ്മൾ കരുതി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇഴിഞ്ഞ തുറമുഖത്തിന് വേണ്ടി ₹1 ഒരു ഫണ്ട് പോലും ഈ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമാണ് ഈ അടുത്ത 6-7 മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ സംഭവിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഇല്ലാതാവുകയും ആയിരക്കണക്കിന് വീടുകൾ നഷ്ടപ്പെടുകയും ആളുകളെല്ലാം 3-4 ഗ്രാമങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്ത അത്യന്തം ദുരന്തപൂർണമായ ഒരു ദുരന്തമാണ് ഈ വയനാട്ടിലുണ്ടായത്. ആ ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ കാലങ്ങളായി ആവശ്യപ്പെടുന്നു, ആ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ, ഈ മരിച്ചുപോയ ആളുകളുടെ ജീവിച്ചിരിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് കേന്ദ്രത്തിൽ നിന്നും തരണം എന്ന് നമ്മൾ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഈ ദുരന്ത മേഖലകളെല്ലാം സന്ദർശിച്ച് നമുക്ക് വലിയ പ്രതീക്ഷ തന്നിട്ട് പോയതാണ്. എന്നാൽ ഈ ബഡ്ജറ്റിലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ₹1 പോലും ഈ ബഡ്ജറ്റിൽ വകകൊള്ളിക്കാൻ, ഈ ബഡ്ജറ്റിലൂടെ ആ ദുരന്ത അനുഭവിച്ച ആളുകളെ ഒന്ന് സഹായിക്കാനുള്ള മനസ്സ് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അങ്ങനെ വളരെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് ഈ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ അതിനുശേഷം നടന്ന റെയിൽവേ ബഡ്ജറ്റ്, ആ റെയിൽവേ ബഡ്ജറ്റിലും ഈ കേരളത്തിനെ പൂർണ്ണമായി അവഗണിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ അവഗണന കഴിഞ്ഞ കുറേ കാലങ്ങളായി രാഷ്ട്രീയമായി ഈ ഒരു അവഗണന ഈ കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഒരേ ഒരു ഗവൺമെൻറ് ഈ കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ ഏത് വിധേനയും അട്ടിമറിക്കുക, ഏത് വിധേനയും ഈ ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബഡ്ജറ്റിൽ നമ്മൾ പൂർണ്ണമായി അവഗണിച്ചിരിക്കുന്നത്. ഈ അവഗണനയ്ക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം നമ്മൾ കേരളത്തിനെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ഈ പ്രതിഷേധം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളെണ്ണ പട്ടണത്തിലെ സഹാക്കൾ ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ നടത്തിയത്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വെള്ളെണ്ണ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ